ഈ കഴിഞ്ഞ 3-4 മാസമായി ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ? ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എന്റെ മുഖത്തേക്ക് ചളിവാരി എറിയണം. നിലമ്പൂരിൽ UDF-നെതിരെ തിരിഞ്ഞ് PV അൻവർ. മുന്നണിയിലെടുക്കാമെന്ന് ഉറപ്പ് നൽകി പറ്റിച്ചെന്ന ആരോപണം. പ്രഖ്യാപിക്കാമെന്നേറ്റ സതീശൻ സംസാരിക്കാൻ പോലും തയ്യാറായില്ല. ഇനി KC വേണുഗോപാലിൽ മാത്രം പ്രതീക്ഷയെന്നും അൻവർ. ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ അൻവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് UDF-ലെ ഘടകകക്ഷികൾക്കുള്ള അഭിപ്രായങ്ങൾ അൻവറിനോട് ഇന്നലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. അസോസിയേറ്റ് അംഗമാക്കാമെന്ന വാഗ്ദാനം സംബന്ധിച്ച അൻവർ തിരിഞ്ഞതിൽ UDF-ന് അതൃപ്തി. എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ട് അനാവശ്യ പ്രതികരണം നടത്തിയെന്ന് ലീഗ്. ഷൌക്കത്തിനെതിരെ പറഞ്ഞത് തിരുത്തിയാലേ സഹകരണമുള്ളൂവെന്ന് കോൺഗ്രസ്. UDF സ്ഥാനാർത്ഥി പോരെന്ന് അൻവർ തന്നെ പറഞ്ഞെന്ന് MV ഗോവിന്ദൻ. നിലമ്പൂരിൽ പൊതു സ്വതന്ത്രരെ തേടി BJP. DCC ജനറൽ സെക്രട്ടറി ബീന ജോസഫിന് സ്ഥാനാർത്ഥിത്വം വാഗ്ദാനം ചെയ്തു. MD രമേശ് സന്ദർശിച്ചെന്ന് ബീന ജോസഫ്. ബീനയുമായി കൂടിക്കാഴ്ച നടത്തി VD സതീശൻ. ഞാൻ മാറിയിട്ടില്ലല്ലോ. രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും സ്ഥാനാർത്ഥി അവിടെ തന്നെ ആഗ്രഹിച്ചോണ്ടല്ലേ വരിക. കമൽഹാസൻ രാജ്യസഭയിലേക്ക്. സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്ത് മക്കൾ നീതി മയ്യം. കമൽ രാജ്യസഭയിലെത്തുക DMK പിന്തുണയോടെ. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് ഡ്രൈവർ വിഷ്ണുദാസും സഹായി റെജി മാത്യുവും. മർദ്ദിച്ചത് വാഹനത്തിന് മാർഗതടസ്സമുണ്ടാക്കിയെന്നാരോപിച്ച്. മാസപ്പടി കേസിൽ കുറ്റപത്രം നൽകിയതിന് വിമർശനവുമായി ഡൽഹി ഹൈക്കോടതി. കുറ്റപത്രം നൽകില്ലെന്ന് ഉറപ്പ് SFIO പാലിച്ചില്ലെന്ന് കോടതി. കേന്ദ്ര സർക്കാർ മറുപടി നൽകണമെന്ന് നിർദ്ദേശം. നിലമ്പൂരിൽ PV അൻവർ UDF-നെതിരെ തിരിഞ്ഞു. മുന്നണിയിലെടുക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നതടക്കം പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ അൻവർ തുറന്നടിച്ചു. ഇതോടെ UDF-ഉം PV അൻവറും തമ്മിലുള്ള അകൽച്ച പൂർണ്ണമായിരിക്കുകയാണ്. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കണ്ട് ഒരു ശ്രമവും കൂടി നടത്താനാണ് ഇനി അൻവറിന്റെ നീക്കം. UDF-നോട് വഴങ്ങിയെന്നും ഉപതെരഞ്ഞെടുപ്പിൽ സഹകരിച്ചേക്കുമെന്ന സൂചനകൾക്കിടെയാണ് PV അൻവർ VD സതീശനും മുന്നണിക്കുമെതിരെ തുറന്നടിച്ചത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് സഹകരിച്ചതും വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കായി പ്രവർത്തിച്ചതും നിലമ്പൂരിലെ 2 പഞ്ചായത്തുകൾ പിടിച്ചെടുത്തുമടക്കം UDF-നായി ചെയ്ത കാര്യങ്ങൾ ഓരോന്നായി അൻവർ എടുത്തു പറഞ്ഞു. എന്നിട്ടും മുന്നണിയുടെ പുറത്തു നിർത്തുന്നതിലാണ് അൻവറിന്റെ അമർഷം. ഒരു സഹകരണ മുന്നണിയാക്കാന്ന് പറഞ്ഞു, അതിന് സമ്മതിച്ചു. സഹകരണ മുന്നണി അറിയാൻ നിങ്ങൾക്ക് അറിയാം. ബസ്സിലെ ആ സ്റ്റെപ്പിൽ കയറിയുന്ന ക്ലീനറെ കൂടെ നിന്ന് പോകണമെന്ന് മതി, പ്രശ്നമില്ല. ചെറിയ പാർട്ടിയല്ലേ, നമ്മൾ വളരെ ചെറിയ പാർട്ടിയാണല്ലോ. അതിനും നമ്മൾ സമ്മതിച്ചു. അതെങ്കിലും ഒന്ന് പൊതുസമൂഹത്തോട് പറയണ്ടേ? ഇന്നലെ അദ്ദേഹം പറഞ്ഞു അൻവർ വ്യക്തമാക്കട്ടെ. ഇത്രയും വ്യക്തമാക്കിയതാണല്ലോ, ഇനി എന്താ ഞാൻ വ്യക്തമാക്കേണ്ടത്? മുന്നണിയിലെടുക്കാത്തതിന് കാരണക്കാരനായി അൻവർ പറയുന്ന ഒറ്റ പേര് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. കോഴിക്കോട്ടെ UDF യോഗത്തിൽ മുന്നണി പ്രവേശനത്തിൽ ധാരണയായെങ്കിലും ഇതിനുശേഷം VD സതീശൻ ചതിച്ചു. പൊതുസുഹൃത്ത് വഴി സംസാരിച്ച് 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനം നടത്താമെന്ന് പറഞ്ഞെങ്കിലും ഒന്നുമുണ്ടായില്ല. പിരിയുന്ന സമയത്ത് ഈ 15-ാം തീയതി ആ സുഹൃത്തിന്റെ മുന്നിൽ വെച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ ഇത് പത്രസമ്മേളനം വിളിച്ച് പറയും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു പത്രക്കുറിപ്പ് കൊടുത്താൽ മതി. അതല്ല, അത് ഞാൻ തന്നെ പറയണത്. നല്ല രീതിയിൽ ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ 2 ദിവസത്തിനുള്ളിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വിവരമില്ല. തന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് വിട്ടു, അധിക പ്രസംഗിയായി ചിത്രീകരിച്ചു, മുഖത്ത് ചെളിവാരിയെറിഞ്ഞു, ദയാവധത്തിന് വിട്ടു നൽകി, കാലുപിടിച്ചപ്പോൾ മുഖത്ത് ചവിട്ടി തുടങ്ങി സതീശനെതിരെ അൻവർ വിമർശനങ്ങളുടെ കെട്ടഴിച്ചു. ഈ കഴിഞ്ഞ 3-4 മാസമായി ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ? ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എന്റെ മുഖത്തേക്ക് ചളിവാരി എറിയണം. അത് കാണുന്നുണ്ടല്ലോ എല്ലാം. ഇന്നലെ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ? എന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. ദയാവധം
എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അതും കൂടെ ഒന്ന് വിശദീകരിക്കണ്ടേ? അപ്പൊ ഇപ്പോഴും ഞാൻ നയം വ്യക്തമാക്കിയിട്ടില്ല, മനസ്സിലായില്ലേ? കാല് പിടിക്കുമ്പോ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഈ കാല് പിടിക്കാനില്ല. പിണറായി സർക്കാരിന്റെ അന്ത്യം കുറിക്കാനാണ് താൻ രാജിവെച്ചതെന്ന് ഓർമ്മിപ്പിച്ച അൻവറിന്റെ പ്രതീക്ഷ ഇനി കെ.സി. വേണുഗോപാലിൽ മാത്രമാണ്. കെ.സിയുമായി കൂടിക്കാഴ്ച നടത്തി മുന്നണി പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂല സാധ്യത തേടാനാണ് നീക്കം. അവിടെയും വാതിലുകൾ അടഞ്ഞാൽ അൻവർ സ്വതന്ത്രനായി കളത്തിലിറങ്ങും. ബഹുമാനപ്പെട്ട കെ.സി. വേണുഗോപാലിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. യുഡിഎഫിന്റെ ഘടകകക്ഷി നേതാക്കളിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. ആ യുഡിഎഫ് സംവിധാനത്തിന്റെ ലീഡർഷിപ്പിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. ആ കാര്യങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട കെ.സിയും ബഹുമാനപ്പെട്ട തങ്ങൾ സ്ഥലത്തില്ല ബഹുമാനപ്പെട്ട കുഞ്ഞാടി സാഹിബുമായി സംസാരിച്ച് അവസാനമായിട്ട് എന്താണ് ഡിക്ലറേഷൻ എന്ന് ഞാൻ പറയും. ന്യൂസ് 18 മലപ്പുറം. പി.വി. അൻവറിന്റെ പുതിയ നീക്കത്തിൽ മുസ്ലിം ലീഗിന് ഞെട്ടലാണ്. ഇന്നലെ രാത്രി നടന്ന കൂടിക്കാഴ്ചകളിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ധാരണയായതിനു ശേഷം പി.വി. അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ തിരിഞ്ഞതാണ് മുസ്ലിം ലീഗിനെ ഞെട്ടിച്ചത്. ഇതോടെ ചർച്ചകൾക്ക് മുൻകൈയെടുത്ത ലീഗും ഇപ്പോൾ പ്രതിരോധത്തിലാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ നിശ്ചിത വിമർശനവുമായി പി.വി. അൻവർ ഇന്ന് വീണ്ടും രംഗത്തെത്തിയതോടെ ഈ വിഷയത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് മുസ്ലിം ലീഗാണ്. കാരണം ഈ അൻവറിൻ്റെ വിഷയം തുടക്കം മുതൽ മുസ്ലിം ലീഗ് അൻവറിനെ ഒപ്പം ചേർത്ത് നിർത്തണം എന്ന നിലപാടിൽ തന്നെയായിരുന്നു. പലപ്പോഴും UDF-ൽ അൻവറിൻ്റെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്ത് ചർച്ച ചെയ്തിട്ടുള്ളതും അൻവറിനോട് സംസാരിച്ചതും മുസ്ലിം ലീഗായിരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളായിരുന്നു. അതുകൊണ്ടാണ് ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും അൻവർ ലീഗിൻ്റെ പിന്തുണ തേടി ലീഗ് നേതാക്കളെ സമീപിച്ചതും. ഇന്നലെയും അതുതന്നെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇന്നലെ വൈകുന്നേരം വി.ഡി. സതീശൻ്റെ നിശ്ചിത വിമർശനത്തിന് ശേഷം, അതായത് അൻവർ ആദ്യം തെരഞ്ഞെടുപ്പിൽ UDF-ന് വേണ്ടി പിന്തുണ നൽകട്ടെ, അതിനുശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോകാമെന്ന വ്യക്തമായ നിർദ്ദേശത്തിന് ശേഷവും ലീഗ് നേതാക്കൾ അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ പ്രശ്നങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കുമെന്നൊരു ഉറപ്പ് നൽകിയിരുന്നു. അല്ലെങ്കിൽ അൻവർ ഈ UDF-ൻ്റെ നിർദ്ദേശത്തിന് വഴങ്ങി ഈ പരസ്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നിർത്തി തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് പ്രവർത്തിക്കും എന്നൊരു പിന്തുണ പ്രഖ്യാപിക്കുമെന്നൊരു ഉറപ്പായിരുന്നു ലഭിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗ് നേതാക്കൾ പ്രതീക്ഷയോടെ മടങ്ങുകയും ചെയ്തു. പക്ഷേ ഇന്ന് രാവിലെ അൻവറിൻ്റെ നിലപാട് മാറ്റം അക്ഷരാർത്ഥത്തിൽ ലീഗിനെ ഞെട്ടിച്ചു. ഇത്തരത്തിലൊരു ചുവടുമാറ്റം ലീഗ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് PMA സലാമിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മുസ്ലിം ലീഗിന് ഇത് വ്യത്യസ്തമായ നിലപാടില്ല. കോൺഗ്രസിനും മറ്റ് ഘടകകക്ഷികൾക്കും ഒക്കെയുള്ള നിലപാട് മാത്രമേ മുസ്ലിം ലീഗിനുള്ളൂ. UDF കൂടി ഇരുന്ന് ഈ കാര്യം ഗൗരവമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ. ആ തീരുമാനം ബഹുമാനപ്പെട്ട UDF ചെയർമാൻ അൻവറിനോട് അറിയിച്ചിട്ടുമുണ്ട്, പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിൽ UDF ഉറച്ചു നിൽക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു നിലപാട് UDF എടുത്തിട്ട് പോലും ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ അൻവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് UDF-ലെ ഘടകകക്ഷികൾക്കുള്ള അഭിപ്രായങ്ങൾ അൻവറിനോട് ഇന്നലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. അൻവർ ഏറെക്കുറെ അംഗീകരിച്ച് പോയതുമാണ്. എന്നാൽ ഈ വിഷയത്തിൽ ഇനി കൂടുതലൊന്നും പ്രതികരണത്തിനില്ല എന്ന നിലപാടിലാണ് ലീഗ്. ഇത് കോൺഗ്രസ്സാണ് തീരുമാനിക്കുന്നത്. അന്തിമമായിട്ട് കോൺഗ്രസ്സാണ് ഇതിൽ നിലപാടെടുക്കേണ്ടത്. ലീഗിന് പറയാനുള്ളത് ലീഗ് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ലീഗ് വിശ്വാസത്തിലെടുത്തിട്ടും ലീഗിനോട് ഉറപ്പ് നൽകിയിട്ടും അൻവർ ഇത്തരത്തിൽ വീണ്ടും പ്രതിപക്ഷ നേതാവിനെതിരെ നിശിതമായ വിമർശനം ഉന്നയിക്കുമ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ യുദ്ധമുഖത്ത് UDF-നെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. അതുകൊണ്ട് ഇനി ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് ലീഗും തയ്യാറായിക്കില്ല. കോൺഗ്രസിൻ്റെ UDF-ൻ്റെ പൊതുനിലപാടിനൊപ്പം നിൽക്കുക എന്ന തീരുമാനമാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പ്രജിത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പി.വി. അൻവറിനെ തിരുത്താൻ ഇനിയും സമയമുണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അൻവറിന്റെ പൊട്ടിത്തെറിക്ക് ശേഷവും സംയമനം പാലിച്ചാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, 2 വാചകം പറഞ്ഞിട്ടുണ്ട്. അത് അവസാന വാക്കാണ്. അത് എൻ്റെ വാക്കല്ല, അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും തീരുമാനമാണ്. 2 വാചകങ്ങളിൽ പറയുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. പിന്നെ നമുക്കിപ്പോൾ ഓരോരുത്തർ പറയുന്നതിന് ഞാൻ പത്രസമ്മേളനം നടത്തി മറുപടി പറയുന്നതിന് ഒരു അനൗചിത്യമുണ്ട്. അവസാന വാചകം പറഞ്ഞു, ഏറ്റവും ലളിതമായ കാര്യത്തിലാണ് പറഞ്ഞത്, ഒരു അഹങ്കാരത്തിലല്ല പറഞ്ഞത്. തനിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തിയിട്ടും പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്ക് പതിവിനേക്കാൾ കൂടുതൽ മിതത്വം. ഇപ്പോഴും അൻവറിന് തിരുത്താൻ സമയം കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് വ്യക്തം. അൻവറിന്റെ UDF പ്രവേശം അടഞ്ഞ അധ്യായമല്ലെന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും. അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അൻവറോട് സംസാരിച്ചു, മറ്റ് നേതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അത് രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഇതിനകത്ത് മുന്നണിയിലേക്ക് ഒരു ഘടകകക്ഷി എടുക്കുമ്പോൾ അതിൻ്റെതായ ചില ഫോർമാലിറ്റീസ് എല്ലാം ഉണ്ട്. അതൊക്കെ
പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമാണ്. ഡൽഹിയുടെ അനുവാദം തേടണം, മറ്റ് ഘടകകക്ഷിയോട് സംസാരിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ്. അതുകൊണ്ടാണ് അല്പം ഡിലേ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ ഇനി വൈകാതെ ശുഭകരമായൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ എല്ലാവരും തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അൻവറിനെ സഹകരിപ്പിക്കും. അൻവർ ഈ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അൻവറെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ UDF മുന്നോട്ട് പോകും. മാധ്യമങ്ങളെ കണ്ട മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിക്കും ഇതേ നിലപാടായിരുന്നു. അതേസമയം അൻവർ തിരുത്തിയാലും അൻവറിന്റെ പാർട്ടിക്ക് ഉടൻ മുന്നണി പ്രവേശനം കൊടുക്കുമെന്ന സൂചന ആരും നൽകുന്നുമില്ല. അത് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞേ മിക്കവാറും മുന്നണി പരിഗണിക്കൂ. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. അൻവറിന് മറുപടി പറയുന്നില്ലെന്ന് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. അൻവർ UDF നേതൃത്വവുമായാണ് ചർച്ച നടത്തുന്നത്. നേതൃത്വം തീരുമാനമെടുക്കും. എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ആരെയും ചേർത്ത് നിർത്തുമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. PV അൻവറിനും UDFനും യോജിച്ചു പോകാവുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു അത്തരം കാര്യങ്ങളൊരു കോൺഫ്ലിക്റ്റ് വരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്തൊക്കെയായാലും അതൊക്കെ ആധികാരികമായി അത്തരം കാര്യങ്ങൾ അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല, എൻ്റെ നേതൃത്വം. എല്ലാവരെയും പിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നിർത്തിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക. പൂർണ്ണമായും പ്രതീക്ഷയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പിന്നെ അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ആരെയും കാത്തു നിൽക്കാതെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിലിപ്പോൾ ആരെയും കാത്തു നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ കാത്തു നിൽക്കാതെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് നമുക്ക് അത്രമാത്രം നമ്മുടെ ഗ്രൗണ്ട് ഇവിടെയുണ്ട്. നമ്മൾ കഴിഞ്ഞ കാലത്ത് നിലമ്പൂരാണ്. നിലമ്പൂരിൽ 2 ടൈമിൽ ഒരു ചെറിയ അബദ്ധങ്ങൾ സംഭവിച്ചു. അതിനി ഉണ്ടാവരുത് എന്ന് ഈ നാട്ടുകാർക്കും എല്ലാവർക്കും അവർക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആഗ്രഹത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നിലമ്പൂരിൽ UDFന്റെ പഞ്ചായത്ത് കൺവെൻഷനുകൾക്ക് ഇന്ന് തുടക്കമാകും. വൈകിട്ട് 4 മണിക്ക് കരുളായിലാണ് ആദ്യ കൺവെൻഷൻ. അമരമ്പലം, മൂത്തേടം, എടക്കര എന്നിവിടങ്ങളിലും ഇന്ന് കൺവെൻഷൻ ഉണ്ടാവും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്നിവർ ഇന്ന് മണ്ഡലത്തിലുണ്ട്. LDF സ്ഥാനാർത്ഥിയെ മറ്റന്നാളായിരിക്കും പ്രഖ്യാപിക്കുക. അഡ്വക്കേറ്റ് ഷെറോണ റോയിക്കാണ് സാധ്യതയുള്ളത്. KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തി പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമമാണ് PV അൻവർ ഇപ്പോൾ നടത്തുന്നത്. KC വേണുഗോപാൽ ഇന്ന് മലപ്പുറത്തുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, KCയിൽ മാത്രമാണ് പ്രതീക്ഷ എന്ന് PV അൻവർ പറഞ്ഞതാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും ലീഗും ഒക്കെ KCയുമായിട്ടുള്ള അൻവറിന്റെ ചർച്ചയെ കാത്തിരിക്കുകയാണ്. അവിടെ സമവായം ഉണ്ടാകുമെന്ന് തന്നെ അൻവർ വഴങ്ങുമെന്നല്ലേ ഇപ്പോഴത്തെ സൂചനകൾ? കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കളെല്ലാം തന്നെ PV അൻവറിനെ ഒപ്പം നിർത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാനെന്ന അഭിപ്രായം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. VD സതീശൻ ഇന്നലെ വളരെ സുവ്യക്തമായ ഭാഷയിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി. അതായത് ആദ്യം പ്രചരണത്തിനിറങ്ങട്ടെ, UDFനൊപ്പം നിൽക്കട്ടെ തെരഞ്ഞെടുപ്പ് സമയത്ത്, അതിനുശേഷമെന്ന്. പക്ഷേ അതിനെ തുടർന്നുണ്ടായ പ്രതികരണങ്ങളും അൻവറിന്റെ വിശദീകരണങ്ങൾക്കും എല്ലാം അപ്പുറം കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോഴും അൻവറിനോട് ഒരു മയപ്പെട്ട നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. VD സതീശനെതിരെ നിശ്ചിതമായി വിമർശനം ഉന്നയിച്ചിട്ടും രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞിട്ടും അൻവറിനെ ഒപ്പം നിർത്തേണ്ടതിന്റെ ആവശ്യകത തന്നെയാണ് K മുരളീധരനും രമേശ് ചെന്നിത്തലയൊക്കെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അല്പസമയം PK കുഞ്ഞാലിക്കുട്ടിയും ഇതിനെല്ലാം ശുഭകരമായ പര്യവസാനം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ KC വേണുഗോപാലിന്റെ മുമ്പിലേക്ക് ഈ പ്രശ്നം എത്തുകയും KC വേണുഗോപാൽ ഈ വിഷയത്തിൽ രമ്യമായ ഒരു പരിഹാരം കാണുകയും ചെയ്യുമെന്ന പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ഇന്ന് KC വേണുഗോപാൽ മലപ്പുറത്ത് ഹൈവേ തകർന്ന കുരിയാട് സന്ദർശനം നടത്തുന്നുണ്ട്. അദ്ദേഹം ഒരു 1:30യോടെയാണ് കരിപ്പൂരിലെത്തുക. തുടർന്ന് 2:30യോടെ കുരിയാടെത്തും. അതിനുശേഷം അദ്ദേഹം മടങ്ങും. ഇതിനിടയിൽ PV അൻവറുമായി നേരിട്ടൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യത ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. പക്ഷേ ഫോൺ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലോ ഈ വിഷയം KC വേണുഗോപാലുമായി ചർച്ച നടത്താനാണ് PV അൻവർ ശ്രമം നടത്തുന്നത്. എന്നാണെങ്കിലും PV അൻവറിനെ ഈ നിർണായക ഘട്ടത്തിൽ പിണക്കി വിടാൻ UDFനും വലിയ താല്പര്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. VD സതീശൻ പറഞ്ഞതിനപ്പുറം കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ അൻവറിനെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നത് തന്നെ KC വേണുഗോപാൽ ഈ വിഷയത്തിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷ PV അൻവറിനും നൽകുന്നുണ്ട്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. BJP സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തയോട് പ്രതികരിച്ച് മലപ്പുറം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫ് കോൺഗ്രസ് പ്രവർത്തകയായി തുടരുമെന്നാണ് ബീന ജോസഫ് പറഞ്ഞത്. MD രമേശ് ഓഫീസിൽ വന്ന് കണ്ടിരുന്നു എന്ന കാര്യം അവർ സമ്മതിച്ചു. നിലമ്പൂരിൽ UDFന് വേണ്ടി സജീവമായി തന്നെ പ്രചാരണത്തിനുണ്ടാകുമെന്നും ബീന ജോസഫ് പറഞ്ഞു. ബീന ജോസഫുമായി VD സതീശൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു.
നോക്കൂ, അത് നമ്മുടെ വക്കീൽ ഓഫീസിൽ വെച്ച് നമ്മൾ പറഞ്ഞൊരു കാര്യം. ഞാൻ അതിനകത്ത് ഒരിക്കലും അതൊരു സീക്രസി നമ്മൾ പാലിക്കണം, ഞാൻ പ്രൊഫഷണലി നമ്മൾ പാലിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ ഇല്ലല്ലോ, ഉണ്ടെങ്കിലല്ലേ ഞാൻ പറയണ്ടോ. ഞാൻ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. എന്താ സംശയിക്കുന്നേ? ഞാൻ മാറിയിട്ടില്ലല്ലോ. രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും സ്ഥാനാർത്ഥി അവിടെ തന്നെ ആഗ്രഹിച്ചോണ്ടല്ലേ വരിക. അല്ലാതെ അതുകൊണ്ട് നമുക്ക് ജയിക്കണമല്ലോ, അതാണല്ലോ പ്രധാനം. അതും ബഹുഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുക എന്നാണ്, അതിനു വേണ്ടിയിട്ട് ഇറങ്ങുക. മറ്റു വാർത്തകളിലേക്ക്. മുനമ്പം വഖഫ് ഭൂമി തർക്കത്തിൽ സംസ്ഥാന സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകി. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനാണ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരാണെന്നും എന്ത് ചെയ്യണമെന്ന് സർക്കാർ തീരുമാനിക്കുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. മുനമ്പത്ത് കുടിയൊഴിപ്പിക്കൽ പ്രായോഗികമല്ലെന്നും കുടിയൊഴിപ്പിക്കലിന് പകരം സംസ്ഥാന സർക്കാർ മറ്റു മാർഗം തേടണമെന്നും ഉള്ള നിർദ്ദേശവും റിപ്പോർട്ടിൽ ഉണ്ട്. റിപ്പോർട്ട് കൊടുത്തു. പക്ഷെ റിപ്പോർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതിനെക്കുറിച്ച് പറയാൻ ആധികാരികമായിട്ട് ഗവൺമെന്റാണ് പറയേണ്ടത്. തീരുമാനങ്ങൾ എടുക്കണം. ഗവൺമെന്റിന് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഗവൺമെന്റ് തീരുമാനിച്ചിട്ട് പറയും. മാസപ്പടി കേസിൽ CMRLന് ആശ്വാസം. SFIO നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന് ഡൽഹി ഹൈക്കോടതി നിരീക്ഷിച്ചു. നേരത്തെ കഴിഞ്ഞ സെപ്റ്റംബറിൽ കേസ് പരിഗണിച്ച സമയത്ത് കുറ്റപത്രം അടക്കമുള്ള തുടർ നടപടികൾ ഉണ്ടാകില്ലെന്ന് വാക്കാൽ SFIO ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ ഉറപ്പ് എന്തുകൊണ്ട് പാലിച്ചില്ലെന്ന് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്രത്തോട് ചോദിച്ചു. SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി പരിഗണിക്കുന്നത് വീണ്ടും ഹൈക്കോടതി മാറ്റി. ഈ ഹർജി ഈ മാസം 30-നാണ് വീണ്ടും പരിഗണിക്കുക. എറണാകുളം ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ 13-കാരനെ തൊടുപുഴയിൽ കണ്ടെത്തി. കുട്ടിയെ കണ്ടെത്തിയ കാര്യം വിളിച്ചറിയിച്ച കൈനോട്ടക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൈനോട്ടക്കാരനായ ശശികുമാറാണ് പിടിയിലായത്. ഇയാൾക്കെതിരെ പോക്സോ പ്രകാരം കേസെടുക്കും. ഇന്നലെ രാവിലെയാണ് ഇടപ്പള്ളിയിൽ നിന്ന് 13-കാരനെ കാണാതായത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കുട്ടി മൂവാറ്റുപുഴ വരെ എത്തിയതായി ബന്ധുക്കൾക്ക് വിവരം കിട്ടി. പിന്നീട് തൊടുപുഴയിലേക്കുള്ള ബസ്സിൽ കയറി. പോലീസ് അന്വേഷിച്ചെത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇന്നലെ വൈകുന്നേരം തൊടുപുഴയിൽ എത്തിയപ്പോൾ മുതൽ കുട്ടി കൈനോട്ടക്കാരൻ ശശികുമാറിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇയാൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുട്ടിയെ ഉപദ്രവിച്ചു. ശരീരത്തിൽ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചു. മുഖത്തടക്കം മുറിവേറ്റ പാടുണ്ട്. ഇയാൾക്കെതിരെ പോക്സോ പ്രകാരം കേസെടുത്തു. കുട്ടിയെ നമുക്ക് മറ്റൊരാളുടെ കൂടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ കുട്ടിയെ ട്രേസ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കര പോലീസ് സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കൈമാറി അവിടുന്ന് ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. ഇയാൾ തന്നെയാണ് കുട്ടി ഒപ്പമുണ്ടെന്ന വിവരം വീട്ടുകാരെ വിളിച്ചറിയിച്ചത്. അപ്പോൾ ഈ കുട്ടി കൈവശം വെച്ചിരുന്ന വേറൊരാളുണ്ട്. അയാൾ ഇന്ന് രാവിലെ പുലർച്ചെ ഒരു 6:30 മണിയോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി എൻ്റെ അടുത്തുണ്ട്, ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണ്, പിന്നെ അതുകൊണ്ട് നിങ്ങളിവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ കളമങ്ങര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു. അവർ തൊടുപുഴ സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ഇവിടുത്തെ സാറന്മാരും ഞങ്ങളും കൂടി പോയാണ് കുട്ടിയെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇയാളോടുകൂടി വാങ്ങിയത്. പരീക്ഷ എഴുതാൻ പോയ കുട്ടിയെയാണ് കാണാതായത്. ഉച്ചയായിട്ടും തിരികെ എത്താത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ എളമക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രതിക്കെതിരെ മറ്റ് 2 പോക്സോ കേസുകൾ കൂടിയുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 2 പ്രതികളെയും മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കും. വാഹനത്തിന് മാർഗതടസ്സമുണ്ടാക്കിയെന്ന് ആരോപിച്ചാണ് കഴിഞ്ഞ 24-ന് യുവാവിനെ മർദ്ദിച്ചത്. ആലപ്പുഴ സ്വദേശി വിഷ്ണുദാസ്, ഷോളയൂർ സ്വദേശി റെജി മാത്യു എന്നിവരാണ് പ്രതികൾ. വാഹനത്തിന് മുന്നിൽ വീണുവെന്ന വിരോധത്തിൽ സിജുവിനെ മർദ്ദിക്കുകയും കയർവെച്ച് കൈകൾ കെട്ടി നിർത്തുകയുമായിരുന്നു. അറബിക്കടലിൽ കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ഇന്നും തീരത്തടിഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തും കോവളം തുമ്പ പള്ളിക്ക് സമീപവും പുല്ലുവിളയിലുമാണ് കണ്ടെയ്നറുകൾ കരക്കടിഞ്ഞത്. കണ്ടെയ്നറുകളിൽ നിന്നുള്ള ചാക്കുകെട്ടുകളും തീരത്ത് അടിഞ്ഞിട്ടുണ്ട്. പ്രദേശത്തെ വിനോദസഞ്ചാരികൾക്ക് പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള തീരത്ത് കഴിഞ്ഞ ദിവസം മുങ്ങിയ MSC എൽസാ3 എന്ന കണ്ടെയ്നർ ഷിപ്പിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ തുമ്പ തീരത്തും നിലവിൽ വന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പല ഭാഗങ്ങളിലും പൂർണ്ണമായും ഭാഗികമായും തകർന്ന കണ്ടെയ്നറുകളിൽ നിന്ന് വെള്ള നിറത്തിലുള്ള കെമിക്കൽ അഥവാ ഈ ലീനിയർ ലോ ഡെൻസിറ്റി പോളിമർ എന്ന ഒരു അസംസ്കൃത വസ്തുവാണ് നിലവിൽ തീരത്ത് മുഴുവനായി അടിഞ്ഞിരിക്കുന്നത്. ഇത് മുഴുവനായും പൂഴിയിൽ ലയിച്ചിരിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കിലോമീറ്ററുകളോളം തുമ്പ തീരത്ത് കിലോമീറ്ററുകളോളം ഈ വെള്ള നിറത്തിലുള്ള ഈ വസ്തു പടർന്നിരിക്കുന്നു. തീരത്ത് നിന്നും ഈ വെള്ള നിറത്തിലുള്ള കെമിക്കൽ മാറ്റുവാനുള്ള, അതായത് നീക്കം ചെയ്യാനുള്ള നീക്കങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റ് സർക്കാർ സംവിധാനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനുള്ള നിരീക്ഷണങ്ങളും മറ്റും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു.
മാത്രമല്ല പ്രദേശവാസികൾ നിലവിൽ ആശങ്കാകുലരാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു കെമിക്കൽ ഈ ഭാഗങ്ങളിൽ എത്രത്തോളം പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുമെന്നും ഇത് ദൂരവ്യാപകമായി എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യങ്ങളൊന്നും പ്രദേശവാസികളെ സർക്കാർ അധികൃതരോ ദുരന്ത നിവാരണ അതോറിറ്റിയോ അറിയിച്ചിട്ടില്ല. ഇത് നമുക്ക് മാരകമായിട്ട് രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ക്യാൻസർ വരുത്തുന്ന സാധനങ്ങളാണ്. അപ്പോൾ കൊച്ചുകുട്ടികളുണ്ട്. ഇനിയിപ്പോൾ മഴ സമയമായതുകൊണ്ട് ഇതിന് കോളറ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് ഗവൺമെന്റ് അറിഞ്ഞ് നമുക്കിത് പെട്ടെന്ന് മാറ്റി തരണമെന്നാണ് നമ്മുടെ അഭ്യർത്ഥന. മാത്രമല്ല ഈ കെമിക്കൽ തീരത്ത് നിന്ന് മാറ്റുന്നത് സംബന്ധിച്ചോ അതിനൊപ്പം തന്നെ ഇത് പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റാൻ കഴിയുമോ എന്നൊന്നും ഇതുവരെ ഇവർക്ക് വിശദീകരണം ലഭിച്ചിട്ടില്ല. വിഴിഞ്ഞം തുറമുഖം മുതൽ കേരളത്തിന്റെ തെക്കൻ തീരപ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ചാക്കുകെട്ടുകളും അവയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളും തീരത്താകെ പടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാലവർഷം കനക്കുന്നതോടെ ഈ അസംസ്കൃത വസ്തുക്കൾ തീരത്തെ മണ്ണിൽ അലിഞ്ഞു ചേരുമോ, അതേപോലെ തന്നെ പാരിസ്ഥിതിക ആഘാതം എത്രത്തോളം ഉണ്ടാക്കുമെന്നുള്ള പ്രദേശവാസികളുടെ ആശങ്കകൾ ഇന്നും നിലനിൽക്കുന്നു. തുടർന്നുള്ള പഠനങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ നേരിടാമെന്നും അവ എങ്ങനെ പരിഹരിക്കാമെന്നും കണ്ടെത്താനാകുള്ളൂ. ക്യാമറമാൻ സന്തോഷിനൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. വർക്കല പാപനാശം തീരത്തടിഞ്ഞ കണ്ടെയ്നറിൽ നിന്ന് തീരത്ത് വ്യാപിച്ച രാസവസ്തു നീക്കി. പോലീസും ചുമട്ടുതൊഴിലാളികളും ടൂറിസം അസോസിയേഷൻ അംഗങ്ങളും ചേർന്നാണ് ശുചീകരിച്ചത്. 1 കിലോമീറ്ററോളം ഭാഗമാണ് വൃത്തിയാക്കിയത്. പാപനാശത്ത് ബലിമണ്ഡപത്തിന് സമീപം അടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്ന് ചാക്കുകെട്ടുകൾ പുറത്തേക്ക് വീണിരുന്നു. നിരവധി പേർ ബലിതർപ്പണത്തിന് എത്തുന്നുണ്ട് ഇവിടെ. തീരത്ത് നിന്ന് നീക്കം ചെയ്ത രാസവസ്തുക്കൾ മുനിസിപ്പാലിറ്റിക്ക് കൈമാറും. കപ്പലിൽ നിന്നുള്ള എണ്ണച്ചോർച്ച അടക്കമുള്ള ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് കേരള സർവകലാശാല അക്വാറ്റിക് വിഭാഗം മേധാവി എ ബിജുകുമാർ. കപ്പലിൽ നിന്ന് ചോർന്ന എണ്ണ കടലിന്റെ അടിത്തട്ടിൽ എത്തുന്നതോടെ സമുദ്ര ആവാസ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കും. കണ്ടെയ്നറുകളിൽ നിന്നുള്ള രാസവസ്തുക്കൾ മീനുകൾ വഴി മനുഷ്യരിലേക്ക് എത്താനും സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മൺസൂൺ കാലമായതുകൊണ്ട് സീ വളരെ റഫായതുകൊണ്ടും ഇതിൻ്റെ ഒരു എത്ര അളവിൽ മലിനീകരണം നടന്നുവെന്ന് കണ്ടെത്തുകയാണ് ആദ്യത്തെ ഒരു വെല്ലുവിളി. പിന്നീട് നമുക്ക് ഇതിന് ദീർഘകാലത്തെ ഒരു എന്തൊക്കെയാണ് ഈ രാസവസ്തുക്കളെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുക, അതിൻ്റെ ഒരു മോണിറ്ററിങ് ദീർഘകാലം നടത്തുക. ഇതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. പെട്ടെന്നൊരു പാനിക്കിൻ്റെ ആവശ്യമില്ല, പക്ഷേ എന്നാലും ഈ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുകയും മോണിറ്ററിങ് നടത്തുകയും അത്യാവശ്യമായിട്ട് വേണ്ടിവരും. ഈ അപകടം നടന്ന മേഖലയിൽ പ്രത്യേകിച്ചും ഈ കണ്ടെയ്നറുകൾ, ഓയിലുള്ള കണ്ടെയ്നറുകളും കാൽഷ്യം കാർബൈഡുള്ള കണ്ടെയ്നറുകളും എത്തിയിട്ടുള്ള മേഖലയിലുള്ള മത്സ്യങ്ങളെ തൽക്കാലം ഒഴിവാക്കുകയാണ് ഒരു മുൻകരുതൽ സമീപനം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. പരിശോധനയ്ക്ക് ശേഷം മാലിന്യങ്ങൾ ഇല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് മത്സ്യം കഴിക്കുന്നതിന് പ്രശ്നമില്ല. അതുവരെ ഒരു മുൻകരുതൽ സമീപനം ആവശ്യമാണ്. സിനിമ PRO ആയ വിപിൻ കുമാറും ഉണ്ണി മുകുന്ദനും തമ്മിലുള്ള പ്രശ്നത്തിൽ പ്രതികരണവുമായി സംവിധായകൻ ജയൻ വന്നേരി. വിപിന് ഒരു തല്ലിന്റെ കുറവുണ്ടായിരുന്നുവെന്നും അത് ഉണ്ണി മുകുന്ദന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും ജയൻ പറയുന്നു. 4 വർഷം മുൻപ് ഉണ്ണി മുകുന്ദനെ നായകനാക്കി തന്റെ തിരക്കഥയിൽ വലിയൊരു സിനിമ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ വിപിൻ കുമാർ കാരണം ആ പദ്ധതി നടക്കാതെ പോയി. ഉണ്ണി മുകുന്ദനോട് കഥ പറയാൻ വിപിന്റെ പുറകെ നടന്ന പലരും ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് ഉണ്ണി മുകുന്ദൻ ചെയ്തതെന്നും വിപിൻ മംഗളൂരുവിലെ പിക്കപ്പ് ഡ്രൈവറുടെ കൊലപാതകത്തിൽ 15 പേരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. സംഘർഷം വ്യാപിക്കാതിരിക്കാൻ അതീവ ജാഗ്രതയിലാണ് പോലീസ്. ദക്ഷിണ കന്നഡ ജില്ലയിലെ 5 താലൂക്കുകളിൽ ഒരാഴ്ചത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതയിലാണ് മംഗളൂരു. മംഗളൂരുവിൽ വയനാട് പുൽപ്പള്ളി സ്വദേശി അഷ്റഫും ബജ്റംഗ് ദൾ പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയും കൊല്ലപ്പെട്ടതിനു പിന്നാലെ കൂടുതൽ സംഘർഷമുണ്ടാകുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്നലെ മംഗളൂരു കോൾത്തമജലു ജുമാ മസ്ജിദ് സെക്രട്ടറിയും പിക്കപ്പ് വാൻ ഡ്രൈവറുമായ അബ്ദുൾ മജീദിനെ ഒരു സംഘം വെട്ടിക്കൊന്നു. പ്രതികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല. സംഭവത്തിൽ പ്രദേശവാസികളായ ദീപക്, സുമിത് ആചാര്യ എന്നിവർ ഉൾപ്പെടെ 15 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. നാട്ടിൽ സമാധാനം തകർത്ത് വർഗീയ സംഘർഷം ലക്ഷ്യമിട്ടാണ് കൊലപാതകം എന്നാണ് നിഗമനം. മണലിറക്കാനെത്തിയ അബ്ദുൾ റഹീമിനെ വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കി ആയുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചാണ് കൊന്നത്. തടയാൻ ശ്രമിച്ച റഹീമിന്റെ സുഹൃത്ത് കലന്തർ ഷാഫിക്ക് നേരെയും ആക്രമണമുണ്ടായി. നെഞ്ചിലും പുറകിലും കൈയിലും വെട്ടേറ്റ ഇയാൾ ചികിത്സയിലാണ്. ഇതേ തുടർന്ന് മംഗളൂരുവിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക സംഘർഷമുണ്ടായി. അബ്ദുൾ റഹീമിന്റെ കൊലപാതകത്തിൽ തുടർ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അതീവ ജാഗ്രതയിലാണ് പോലീസ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ദക്ഷിണ കന്നഡ ജില്ലയിലെ 5 താലൂക്കുകളിൽ ഒരാഴ്ചത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പോലീസ് പട്രോളിംഗും ശക്തമാണ്. അയൽ ജില്ലകളിൽ നിന്നുൾപ്പെടെ കൂടുതൽ പോലീസിനെയും വിന്യസിച്ചു. ന്യൂസ് 18 മംഗളൂരു. മക്കൾ നീതി മയ്യം അധ്യക്ഷൻ കമൽഹാസൻ രാജ്യസഭയിലേക്ക്. കമൽഹാസനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച പ്രമേയം
MNM നേതൃയോഗം അംഗീകരിച്ചു. DMK-യുമായുള്ള ധാരണ പ്രകാരമാണ് തീരുമാനമെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഒഴിവുവരുന്ന 6 സീറ്റുകളിൽ ജൂൺ 19-നാണ് തെരഞ്ഞെടുപ്പ്. 3 സ്ഥാനാർത്ഥികളെ DMK-യും പ്രഖ്യാപിച്ചു. P. വിൽസൺ വീണ്ടും രാജ്യസഭയിലേക്ക് മത്സരിക്കും. SR ശിവലിംഗം, എഴുത്തുകാരി സൽമ എന്നിവരും DMK സ്ഥാനാർത്ഥികളാകും. നിലവിൽ രാജ്യസഭാംഗമായ വൈക്കോയ്ക്ക് സീറ്റ് നൽകിയിട്ടില്ല. കമൽഹാസനെതിരെ കർണാടകത്തിൽ വലിയ പ്രതിഷേധം. ചെന്നൈയിൽ നടന്ന പരിപാടിയിൽ കന്നഡയെക്കുറിച്ച് നടത്തിയ പരാമർശമാണ് വിവാദമായത്. കന്നഡ ഭാഷ തമിഴിൽ നിന്ന് പിറന്നതാണെന്നായിരുന്നു കമൽഹാസന്റെ പരാമർശം. സംഭവം വിവാദമായതോടെ രൂക്ഷ വിമർശനവുമായി കർണാടക BJP-യും കന്നഡ അനുകൂല സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. കന്നഡ ഭാഷ തമിഴിൽ നിന്നാണ് ജനിച്ചതെന്ന ഉലകനായകന്റെ വാക്കുകളാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. എന്റെ ജീവിതവും എന്റെ കുടുംബവും തമിഴ് ഭാഷയാണ് എന്നർത്ഥം വരുന്ന ഉയിരേ ഉറവേ തമിഴേ എന്ന വാചകത്തോടെയാണ് പരിപാടിയിൽ കമൽഹാസൻ പ്രസംഗം ആരംഭിച്ചത്. എന്റെ കുടുംബമാണിത്, അതിനാലാണ് നടൻ ശിവരാജ് കുമാർ പരിപാടിക്കെത്തിയത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസംഗം ജീവൻ, ബന്ധം, തമിഴ് എന്ന് പറഞ്ഞു തുടങ്ങിയതെന്നും കമൽഹാസൻ പറഞ്ഞു. பேச்சை ஆரம்பிக்கும் பொழுது நான் உயிரே உறவே தமிழே என்று ஆரம்பித்தேன். அதில் தமிழிலிருந்து பிறந்தது தான் உங்கள் பாஷையும், அதனால் நீங்களும் அதில் உட்படுவீர்கள். ഇതോടെ കന്നഡ അനുകൂല സംഘടനകളും BJP-യും പ്രതിഷേധവുമായി രംഗത്തെത്തി. നടന്റെ പെരുമാറ്റം സംസ്കാരമില്ലാത്തതാണെന്ന് കർണാടക BJP അധ്യക്ഷൻ വിജയേന്ദ്ര യെദ്യൂരപ്പ വിമർശിച്ചു. കമൽഹാസൻ ഉടൻ കന്നഡിഗരോട് നിരുപാധികം മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. താരത്തിന്റെ സിനിമാ പോസ്റ്ററുകൾ കീറിക്കൊണ്ടായിരുന്നു കന്നഡ അനുകൂല സംഘടനകളുടെ പ്രതിഷേധം. സംസ്ഥാനത്ത് കമൽഹാസന്റെ സിനിമ നിരോധിക്കുമെന്നും സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. കമൽഹാസൻ മണിരത്നം ടീമിന്റെ പുതിയ ചിത്രമായ തഗ് ലൈഫ് ജൂൺ 5-ന് പുറത്തിറങ്ങാനിരിക്കെയാണ് കർണാടകയിൽ പ്രതിഷേധമുയരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇതിഹാസമെന്ന് വിശേഷിപ്പിച്ച് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നിർമ്മിച്ച ഡോക്യുമെന്ററി പിണറായി ദ ലെജൻഡ് പ്രകാശനം ചെയ്തു. നടൻ കമൽഹാസനാണ് പ്രകാശനം നിർവഹിച്ചത്. ഒരു ഗാനം ഉൾപ്പെടെ 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി മുഖ്യമന്ത്രിയുടെ ജീവിതവും ചരിത്രവും ചേർത്താണ് ഒരുക്കിയിരിക്കുന്നത്. ജനസേവനത്തിൽ ഞങ്ങൾ സഖാക്കളാണെന്നും പിണറായിയുടെ മനസ്സ് ആഗ്രഹിക്കും പോലെ കേരളം മുന്നേറുമെന്നും കമൽഹാസൻ പറഞ്ഞു. தெற்கு தேய்கிறது என்றெல்லாம் புலம்பிக் கொண்டிருக்காமல் தெற்கை உதாரணமாக காட்டிக்கொண்டிருக்கும் முக்கிய தலைவர்களில் மூலமானவர் விஜயன் அவர்கள். இதை பிரபலப்படுத்த வேண்டியது என் கடமையாகவே நினைக்கிறேன். சித்தாந்தங்கள் எவ்வாறாயிருந்தாலும், அவர் கம்யூனிஸ்டாகவும் நான் சென்ட்ரிஸ்டாகவும் இருந்தாலும், மக்கள் சேவையில் நாங்கள் இருவருமே காம்ரேட்ஸ் தான். കേരളം കാത്തിരിക്കുന്ന വിഷു ബമ്പർ ഭാഗ്യശാലി ആരാണെന്ന് ഉടൻ അറിയാം. 2 മണിക്കാണ് വിഷു ബമ്പർ നറുക്കെടുക്കുന്നത്. ഒന്നാം സമ്മാനമായ 12 കോടി രൂപ ആര് കൊണ്ടുപോകുമെന്നാണ് കേരള ജനത ഉറ്റുനോക്കുന്നത്. വിൽപ്പനയ്ക്ക് എത്തിച്ചത് മുതൽ ലക്ഷക്കണക്കിന് ടിക്കറ്റുകളാണ് ഭാഗ്യാന്വേഷികൾ വാങ്ങിക്കൂട്ടിയത്. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി പാസ്റ്ററിനും കുടുംബത്തിനും നേരെ ആക്രമണമുണ്ടായതായി പരാതി. കവർധ ഹോളി കിങ്ഡം സ്കൂൾ മാനേജർ ജോസ് തോമസിനും കുടുംബത്തിനും നേരെയാണ് ആക്രമണമുണ്ടായത്. ഇതേക്കുറിച്ച് പരാതി നൽകിയെങ്കിലും സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും ഇപ്പോഴും ഭീതിയിലാണ് കഴിഞ്ഞുകൂടുന്നതെന്നും കുടുംബം പറയുന്നു. മെയ് 18-ന് പള്ളിയിലെ ആരാധനയ്ക്കിടെ VHP ബജ്രംഗ് ദൾ പ്രവർത്തകർ അതിക്രമിച്ചു കയറി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടുവെന്നാണ് പരാതി. പ്രാദേശിക BJP നേതാവുമായുള്ള സ്കൂൾ ഫീസ് തർക്കത്തെ തുടർന്നാണ് ഈ നീക്കമെന്ന് കുടുംബം ആരോപിക്കുന്നു. നേതാവിന്റെ കുടുംബാംഗങ്ങളുടെ 2 വർഷത്തെ സ്കൂൾ ഫീസ് കുടിശ്ശിക എഴുതിത്തള്ളുക എന്നതാണ് അക്രമികളുടെ ആവശ്യമെന്നും കുടുംബം പറയുന്നു. विश्व हिंदू परिषद और बजरंग दल के कुछ जो कार्यकर्ता हैं उनके द्वारा शिकायत की गई कि आदर्श नगर परिसर में जो परिसर में हम कहाँ खड़े हैं, यहाँ पे एक सभा आयोजित की जा रही है, आराधना कराई जा रही है और लोगों को गलत तरीके से यहाँ पे धर्मांतरण कराया जा रहा है. उनकी शिकायत पर यहाँ पे पुलिस मौके पे आई और अभी यहाँ पे मौके पे जांच चल रही है कि यहाँ एक्चुअल में क्या हो रहा था. 20-25 लोग थे यहाँ पे उपस्थित थे जो यहाँ आराधना के लिए आए हुए थे, तो उनसे अभी पूछताछ की जा रही है और जैसे भी तथ्य सामने आएंगे उस हिसाब से कार्रवाई की जाएगी.
ദേവാലയത്തിൽ ആരാധനയ്ക്കെത്തിയവരെ മുഴുവൻ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്തതായും പരാതിയുണ്ട്. അറസ്റ്റ് ചെയ്തവരെ മുഴുവൻ മതപരിവർത്തനം നടന്നു എന്ന് മൊഴി നൽകാൻ നിർബന്ധിച്ചെന്നും ജോസ് തോമസ് പറയുന്നു. സ്കൂൾ അടച്ചുപൂട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതായും അന്വേഷണം നടന്നുവരുന്നതായും പോലീസ് അറിയിച്ചു. ആക്രമണത്തെ തുടർന്ന് വിളിച്ചു വരുത്തിയ ജോസ് തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കോടതി ജാമ്യം അനുവദിച്ചു. ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജോസ് തോമസും കുടുംബവും ഒളിവ് ജീവിതം നയിക്കുകയാണ്. ഇപ്പോൾ വീട്ടിലും സ്കൂളിലും ആൾക്കൂട്ട ആക്രമണം ഭയന്ന് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും കുടുംബം പരാതിപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സ്പേസ് എക്സ് സ്റ്റാർഷിപ്പിന്റെ 9ാം പരീക്ഷണ പറക്കൽ ഭാഗികമായി വിജയിച്ചു. മുൻ ദൗത്യത്തേക്കാൾ കൂടുതൽ ദൂരം പിന്നിടാൻ കഴിഞ്ഞെങ്കിലും പേടകം നിയന്ത്രിതമായി തിരികെ ഇറക്കാനാവാത്തത് തിരിച്ചടിയായി. സ്റ്റാർഷിപ്പിന്റെ പേലോഡ് വാതിൽ തുറക്കാത്തതിനാൽ ഡമ്മി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനും കഴിഞ്ഞില്ല. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ആര്യ ചേരും.